അബ്രഹാമിന് 99 വയസ്സായിരിക്കുന്നു. മകൻ ഇഷ്മായേലിനാണെങ്കിൽ 13 വയസ്സും. അതെ, അതായത് ദൈവം ഒരു തലമുറയെ വാഗ്ദാനം ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു 24 വർഷത്തോളം അല്ലേ ആ വാഗ്ദാനം കിട്ടിയിട്ട്? അതെ, അത്രയും കാലമായി. അപ്പോ സ്വാഭാവികമായും ആ ഒരു പ്രതീക്ഷ മങ്ങി തുടങ്ങാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അബ്രഹാമിനും സാറായിക്കും ഈ കാത്തിരിപ്പ് എത്രത്തോളം ഭാരമായിരുന്നിരിക്കാം. ഒരുപക്ഷേ ദൈവം തങ്ങളെ മറന്നുപോയോ എന്നൊരു തോന്നൽ സാധ്യതയുണ്ട്. കാരണം മനുഷ്യ സഹജമാണല്ലോ അത്. വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പാണ്. അപ്പോ ഈ ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷമാണ് ദൈവം എൽ ഷദ്ദായി ആയിട്ട്, അതായത് സർവശക്തനായ ദൈവമായിട്ട് അബ്രാഹിമിനെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്രത്യക്ഷപ്പെടലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് പതിവ് പോലെയുള്ളൊരു സ്വപ്നമോ ദർശനമോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കുന്ന ശബ്ദമോ അല്ല. ഇതൊരു നേരിട്ടുള്ള വെളിപാടാണ്. ദൈവം നേരിട്ട് സംസാരിക്കുന്നു. അത് അക്കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. ശരി ശരി. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ കാത്തിരിപ്പുകളുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. ഒരു ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ ഒരു മാറ്റം കാണാതെ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ, ദൈവം ഇടപെടില്ലേ എന്ന് സംശയിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലോ സമയത്തോ ആയിരിക്കാം ദൈവിക ഇടപെടലുണ്ടാവുക.